ഇന്ന് നമ്മുടെ മുമ്പിൽ അതിഥിയായി എത്തുന്നത് മിസ്റ്റർ സൈജിത്ത് NS ആണ്. ക്രൈസ്റ്റ് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപനം, ഗവേഷണം, സാമൂഹിക ഇടപെടലുകൾ എന്നിവയിൽ സജീവമായ ഒരു പ്രമുഖ അക്കാദമിക് വിദഗ്ധനാണ് അദ്ദേഹം. തെരുവ് നാടകം പോലുള്ള വികസന ആശയവിനിമയ രീതികൾ, ഗാന്ധിയൻ ദർശനം, സാമൂഹിക പ്രവർത്തനം, സാമൂഹിക വികസനം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവിധ സ്ഥാപനങ്ങളിൽ പ്രോഗ്രാം ഓഫീസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷന്റെ പ്രൊജക്ട് കോർഡിനേറ്ററായും ദേവമാതാ CMI പ്രോവിൻസിൽ സാമൂഹിക പ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൗമാരക്കാരുടെ കൗൺസിലിംഗ് മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഏറെ പ്രശംസനീയമാണ്. നിലവിൽ ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കഴിഞ്ഞ 11 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. 2024 മുതൽ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാരിതര സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായി 1000-ലധികം പരിശീലന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ദേശീയ, അന്തർദേശീയ സെമിനാറുകളിലും കോൺഫറൻസുകളിലും നിരവധി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിയർ റിവ്യൂഡ് ജേണലുകളിൽ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പുസ്തകങ്ങളിലെ അധ്യായങ്ങൾ സഹരചയിതാവായി എഴുതുകയും 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹത്തോടെ മിസ്റ്റർ സൈജിത്ത് സാറിനെ ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന നൂസിയ മാഡം അടക്കമുള്ള മുഴുവൻ അംഗങ്ങളെയും കൂടാതെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓരോരുത്തരെയും പ്രത്യേകം ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സുദിനം അവിസ്മരണീയമാക്കുന്നതിനായി സൈജിത്ത് സാറിനെ ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും എന്നെ കാണാമോ? യെസ് സർ, കാണാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ വിഷയം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച സിജിയിലെ എല്ലാ പ്രവർത്തകർക്കും നന്ദിയുണ്ട്. ഒപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല്, ഞാൻ തിയേറ്ററുമായി അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏകദേശം 32 വർഷത്തോളമായി, 33 വർഷത്തോളമായി നാടകവുമായി ബന്ധപ്പെട്ട് ഞാനുണ്ട്. ചെറുപ്പകാലം തൊട്ടേ നാടകവുമായി ബന്ധപ്പെട്ട് ഞാനുണ്ട്. എങ്ങനെ ഈ നാടകത്തിന്റെ പല സങ്കേതങ്ങളെയും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ നമ്മൾ കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മള് നിത്യജീവിതത്തില് ഒരുപാട് റോളുകൾ പെർഫോം ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടില്, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണ്. നമ്മളറിയാത്ത ആളുകളോട് പോലും നമ്മൾ കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും ഓരോ റോളാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്ക് വേണ്ടി വരുന്ന സ്കില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ വലിയ നമുക്ക് പറഞ്ഞു തീരാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കില്ല് നമ്മൾ പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കാര്യത്തെ കണ്ടു, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒരു പൂ വിരിയുന്നത് അല്ല പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസ് വരെ നമ്മൾ തിയേറ്ററുമായി വളരെയധികം കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മള് ജീവിതവുമായി വളരെയധികം കണക്റ്റഡ് ആണ്. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഒരു ലോകം ഒരു സ്റ്റേജ് ആണ്. നമ്മളതിലേക്ക് വന്ന് ചേരുന്ന ആളുകൾ ഓരോ റോളുകൾ പെർഫോം ചെയ്ത് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, തിയേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കില്ലുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കഴിവുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ സഹായിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഈ പറയുന്ന
തിയേറ്റർ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി അത് ഏം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് വരുന്ന ഏഹ്, എന്താ പറയാ നമുക്കൊരു എന്താണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോ ഹലോ, കേൾക്കാമോ? ഹലോ. കേൾക്കാം കേൾക്കാം സർ. സർ, വീഡിയോ കണ്ടിന്യൂ ഓഫ് ചെയ്തോളൂ. വീഡിയോ ഓഫ് ആയിട്ടാണ്. വീഡിയോ ഓഫ് ആയതാണ്. സോ നമ്മള് ഉം, ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. ഉം, എത്ര ആളുകൾ ഇപ്പൊ ഇതിൻ്റെ ഉള്ളില് പാരന്റ്സ് ആയിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ടീച്ചേഴ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോസ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്. എത്രമാത്രം ഡിഫറെന്റ് റോളുകളാണ് ഒരു ദിവസം നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ എന്ത് തന്നെയായാലും എന്താ പറയാ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും പെർഫോമേഴ്സ് ആണ്. എവരിഡേ ലൈഫിൽ നമ്മൾ പെർഫോമേഴ്സ് ആണ്. ഇനി ഞാന് എന്താ പറയാ തിയേറ്റർ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ അതിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയലോഗ് എന്ന് പറയുന്നത്, മൂവ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കഥ പറയാൻ കെൽപ്പുള്ള ആളുകളാണ്. എന്താ പറയാ, വെട്ടി പറഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു കാര്യം എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക എന്നൊക്കെ പറയും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നാടകത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, ഡയലോഗ്, മൂവ്മെന്റ്, ഇമോഷൻസ്, അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റോറി ടെല്ലിങ്, അല്ലെങ്കിൽ കഥ പറയുക, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന നാടകവും സിനിമയും അല്ല നമ്മളെപ്പോഴും അതിനേക്ക് ലിമിറ്റ് ചെയ്യരുത് നമ്മൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതെല്ലാം പെരുമാറുന്നത്. നമ്മൾ സ്വന്തം ഭാര്യയുടെ അടുത്ത്, ഭർത്താവിന്റെ അടുത്ത്, മകന്റെ അടുത്ത്, മകളുടെ അടുത്ത്, ഇതെല്ലാം നമ്മൾ ഒരാളെ മനസ്സിലാക്കിക്കൊണ്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ മനസ്സിലാക്കണമെങ്കിൽ തിയേറ്റർ സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പൊ സിനിമയിലായാലും നാടകത്തിലായാലും അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ എന്താ പറയാ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പുറത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അയാളെ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് തന്നെയായാലും ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇത് നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരാളോട് പെരുമാറണം, ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, നമ്മൾ ഞാൻ ഇതിനൊന്ന് സൈക്കോളജിയുമായി വളരെയധികം കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ഈ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടൂൾ. ഈ ടൂൾ എന്ന് പറയുന്ന എറിക് ബേൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് പ്രകാരം മനുഷ്യന് എപ്പോഴും ഈ പറയുന്ന പ്രേസ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ മനുഷ്യന് എപ്പോഴും അവനെ ഒന്ന് ഉയർത്തി കാണിക്കണം, അല്ലെങ്കിൽ അവനെ ഒന്ന് പ്രശംസിക്കണം. ആ പ്രശംസ എപ്പോഴും അവന് ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ പോസിറ്റീവ് സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഒരു കാര്യം നല്ലത് ചെയ്താൽ ഒരു കുട്ടിയെ തോളിൽ തട്ടി അഭിനന്ദിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ എന്താ പറയാ വിഷ് ചെയ്യുക, ഇതെല്ലാം പോസിറ്റീവ് സ്ട്രൈക്ക് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ അതിന്റെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് അതിനോട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കണം ഇന്നത്തെ സെഷൻ കൊണ്ടുപോകേണ്ടതെന്ന് നമുക്കൊരു ആഗ്രഹം വരും. തീർച്ചയായിട്ടും ഈ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ തിയേറ്ററിലൂടെ നമ്മൾ പഠിക്കുന്നതാണ് ശരിക്കും പറയാം. തിയേറ്ററിൽ നമ്മൾ പഠിപ്പിക്കുന്ന
കുറേ കാര്യങ്ങൾ തിയേറ്റർ ആക്ടിവിറ്റീസ് നമ്മൾ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതില് ഒന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ കൃത്യമായാൽ മാത്രമാണ് നമ്മള് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ ലൈഫിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ആക്ടർ എന്ന് പറയുന്നത് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തിലെ നമ്മുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടാണ് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മളെ ചുറ്റും കാണുന്ന ആളുകളെ മനസ്സിൽ വരുത്തിയിട്ടാണ് ഒരു ആക്ടർ പെർഫോം ചെയ്യുക. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. കാരണം ഒരു സിറ്റുവേഷനെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സിറ്റുവേഷനെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി പെരുമാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒബ്സർവേഷൻ ആവശ്യമുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, ആരൊക്കെയാണ് അതിൽ ഭാഗമാക്കായിട്ടുള്ളത്, എന്താണ് അവരുടെ പ്രത്യേകത, എന്താണ് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം. തീർച്ചയായിട്ടും ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മള് പഠിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നാടകങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോഴും സ്വപ്നം കാണുന്ന ആളുകളാണ്. സ്വപ്നം കാണുമ്പോ നമ്മൾ പറക്കുന്നതായിട്ട് നമ്മൾ കാണും ആകാശത്ത്. വീഡിയോ ഓഫ് ആണ്, ഒന്ന് ഓൺ ആക്കുമോ? ഓക്കെ ഓക്കെ. കാണാമോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. വീണ്ടും പോയി. വീണ്ടും പോയോ? അത് ഫിക്സ് ആവുന്നില്ലെങ്കിൽ സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ, ഇപ്പൊ ശരിയായോ? ഇല്ല സർ, കണ്ടിന്യൂ ചെയ്തോളൂ, സമയം പോവണ്ട. ഓക്കെ. ഞാൻ പറഞ്ഞു വന്നിരുന്നത് ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഈ ഇമാജിനേഷന്റെ പ്രത്യേകത, നമ്മളിപ്പോഴും സ്വപ്നം കാണുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ഒരു വളരെ നമുക്കാവാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത മേഖലകളിലൊക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോഴും പറയാറുണ്ട് പറക്കുന്നതായിട്ടും അല്ലെങ്കിൽ ചിറകുള്ള മനുഷ്യന്മാരായിട്ടൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന ആളുകളാണ്. അപ്പൊ ഈ സ്വപ്നം എന്ന് പറയുന്നത്, സ്വപ്നത്തിൽ നമ്മൾ പലതും കാണും. അപ്പൊ നമുക്കാവാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ആയിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇമാജിനേഷനിലൂടെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമാജിനേഷൻ നമ്മളെപ്പോഴും തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ക്യാരക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സിനിമകൾ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ പല സൂപ്പർ ഹീറോകളും ഉണ്ടായിട്ടുള്ളത് ഇമാജിനേഷനിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോഴും പറയാറുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും എക്സ്പ്രസീവ് ആണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എക്സ്പ്രസീവ് ആണ്. നമുക്ക് ദുഃഖം വരുമ്പോ, സന്തോഷം വരുമ്പോ നമ്മളത് മുഖത്ത് നിഴലിക്കും. തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് അത് കാണും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് കാണും. തീർച്ചയായിട്ടും അത് മനുഷ്യൻ എന്ന് പറയുന്നത് എക്സ്പ്രസീവ് ആണ്. പല സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവൻ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പെരുമാറുക. അപ്പൊ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 8 തരത്തിലുള്ള ഇന്റലിജൻസ് നമുക്ക് ഉണ്ടെന്നാണ്. ഈ 8 തരത്തിലുള്ള ഇന്റലിജൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്
ഒന്ന് തിയേറ്ററിലാണ്, ശരിക്കും പറഞ്ഞാൽ നാടകത്തിലും സിനിമയിലൊക്കെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും വീട്ടിൽ ജോലി എടുക്കാറുണ്ട്. പല അടുക്കളയിലൊക്കെ നമ്മൾ ജോലി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ പുറത്തു പോയി നമ്മൾ ജോലി എടുക്കാറുണ്ട്, ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്റലിജൻസ് മായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് ഒരു ആക്ടർക്ക് വേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലും അത്യാവശ്യമാണ്. ഇപ്പോ ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് പാടുക, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ശരിക്കും എക്സ്പ്രസീവ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. നമ്മൾ വരയ്ക്കും, ചില ആളുകൾ വരയ്ക്കും, ചില ആളുകൾ നല്ല ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറച്ചും കൂടെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. എക്സ്പ്രസീവ് ആർട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ എംപത്തറ്റിക് ആവുക, അല്ലെങ്കിൽ എംപതി നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എംപതി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ജന്മന കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ എക്സ്പീരിയൻസിലൂടെ ഒരു വ്യക്തിയെ മനസ്സിലാക്കി, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കി, നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ശരിക്കും. അപ്പോൾ ഈ എംപതി എന്ന് പറയുന്നത് ഒരാളെ അയാളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ കാണാനായിട്ട് കഴിയുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും ഒക്കെ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എന്ന് പറയുന്നതിന്റെ എലമെന്റ്സ് എവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് കുട്ടികളെ എൻകറേജ് ചെയ്യുന്നു, നമ്മള് ചുറ്റുമുള്ള വഴക്കുകളെ നമ്മൾ പരിഹരിക്കുന്നു, നമ്മൾ ഒക്കേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് പറയുന്നതാണ്, ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് മോഡുലേഷൻ കുട്ടികളെ നന്നായിട്ട് സ്വാധീനിക്കാറുണ്ട്. ഒരു കൺസെപ്റ്റ്, ഒരു സ്റ്റോറി പറയുന്നത് പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് അത് ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. നമ്മള് വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്രസന്റേഷൻസ്, മീറ്റിംഗ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് എബിലിറ്റീസ് ഒക്കെ കൊണ്ടുവരാനായിട്ട്, ഇപ്പൊ ഒരു നായകൻ നായിക സിനിമയിൽ വരുന്നത് പോലെ തന്നെ നമ്മള് സിറ്റുവേഷനിലായിട്ട് ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങളിൽ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീല് പോസ്റ്റ് ചെയ്യാറുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുകൾ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാ സോഷ്യൽ ഇന്ററാക്ഷൻസും നടക്കുന്നത് തിയേറ്റർ എലമെന്റ്സിലൂടെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഐ കോണ്ടാക്ട്, നമ്മുടെ കോൺഫിഡൻസ് ലെവല്. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര സമയം വേണമെങ്കിലും നമ്മൾ ചെയ്തിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് കുറേം കൂടി നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, കോൺഫിഡൻസ്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ചും കൂടെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ വോയിസ് അടക്കം, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ, അതൊരു തിയേറ്ററിക്കൽ സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്ദർഭം അനുസരിച്ച് പെരുമാറാൻ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ കരയും അല്ലെങ്കിൽ ചിരിക്കും, നമ്മുടെ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ സന്ദർഭം അനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുന്നത് പോലും മറ്റുള്ളവരുടെ ചിന്താഗതി അനുസരിച്ച്, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കുന്നു എന്നനുസരിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കാറുണ്ട്. ഒരു പക്ഷെ ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന, അറിയാതെയോ അറിഞ്ഞോ ഉപയോഗിക്കുന്ന സ്കില്ലുകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഒരു പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ ഒരു പക്ഷേ തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഈ സ്കില്ലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലുകളെല്ലാം തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. ഒരു പക്ഷേ ഫാമിലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സായിട്ട് നമ്മൾ ഒരുപാട് സഹകരിക്കേണ്ടതുണ്ട്. ഈ ഒരു ക്രൂവിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നാടകം പെർഫോം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഒരു വർക്ക് പ്ലേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വേറൊരു സ്ഥലത്തായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ട്രസ്റ്റ്. ഇപ്പോ ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആളെ നന്നായിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവര് ഡയലോഗ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ഡയലോഗ് പറയണം. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഫാമിലി ലൈഫിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന വ്യക്തികളുമായി നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ റാപ്പോ ആണ്, റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ ഒരാളെ കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ മറുപടി പറയുക. ഒരു നാടകത്തിലായാലും സിനിമയിലായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിലായാലും ഈ പറയുന്നത് പോലെ നമ്മൾ ഒരാളെ കേൾക്കാൻ നമ്മൾ തയ്യാറാവും. അപ്പോൾ കേൾക്കാൻ തയ്യാറാകാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഡെയിലി ലൈഫിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് നമ്മൾ, കാരണം പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ തിയേറ്ററിൽ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ തിയേറ്റർ ആർട്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പുതിയ പുതിയ ഇന്നോവേഷൻസ് പരീക്ഷിക്കുന്നു. അപ്പൊ പരീക്ഷിക്കുമ്പോൾ അത് വിജയിക്കും. ചിലപ്പോൾ ട്രയൽ എറർ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ചിലപ്പോൾ അത് തെറ്റും, ചിലപ്പോൾ അത് ശരിയാവും, ചിലപ്പോൾ അത് തെറ്റായി മാറാം. വീണ്ടും നമ്മൾ പരീക്ഷിക്കും. നമ്മൾ കുറേയും കൂടി ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ചിന്തിച്ചു പോകുന്നത് പോലെ നമുക്ക് ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചും കൂടെ തിങ്കിങ് ബിയോണ്ട് ദ ബോക്സ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം. അത് ഏറ്റവും കൂടുതൽ റിലീഫ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ റിലീവ് ആവാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ശരിക്ക് നാടകവും സിനിമയും മ്യൂസിക്കും എല്ലാം. ശരിക്കും പറഞ്ഞാൽ അത് സ്ട്രെസ് കുറച്ചും കൂടെ നമ്മുടെ റിലീവ്, നമ്മൾ നല്ലൊരു പാട്ട് കേട്ടാൽ നമുക്ക് നന്നായിട്ട് റിലീഫ് ആവും. അതുപോലെ തന്നെ നല്ലൊരു ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബോഡിയൊക്കെ നന്നായിട്ട് അനക്കി നന്നായിട്ടൊന്ന് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ പതുക്കെ സന്തോഷം വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഇമോഷൻസ് എല്ലാം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആക്ഷൻസിലൂടെയാണ് നമുക്ക് അതിനോട് പ്രതികരിക്കാൻ നമ്മൾ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇമോഷൻസ് എല്ലാം, ഇപ്പോൾ പണ്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് പണ്ട് എക്സ്പ്രസ് ചെയ്തിരുന്നതെല്ലാം നമ്മൾ ആക്ഷൻസിലൂടെയാണ്. ഈ ആക്ഷൻസ് വരുന്നത്, ഫോർ എക്സാമ്പിൾ ട്രൈബൽ പീപ്പിളിന്റെ അല്ലെങ്കിൽ ട്രൈബൽ കൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവര് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കലാരൂപങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കുറച്ചും കൂടി ചടുലമാണ്. അപ്പോൾ അവർക്ക് എക്സ്പ്രസീവ് ആയിട്ട്, അപ്പൊ ഒരു വേട്ടയാടി ജീവിച്ചിരുന്ന ആളുകളാണ് പണ്ടെല്ലാം നമ്മള്. അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അവരുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ എക്സ്പ്രസീവ് ആക്കാൻ കഴിയുന്ന പല രീതികളും നമുക്ക് അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുൻകാല ആളുകളിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പക്ഷെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും.
നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് കുറച്ചും കൂടി കൊണ്ടുവരാനായിട്ട് പറ്റും. ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് തിയേറ്ററിലൂടെ നമുക്ക് പറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. ഞാൻ സ്ട്രീറ്റ് തിയേറ്റർ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷെ നമ്മൾ കുട്ടികളുമായിട്ട് അടുത്ത് പെരുമാറുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ പറയാറുള്ള ഒരു കാര്യം, നമുക്ക് കൗൺസിലിംഗ് സ്കില്ല് പഠിക്കേണ്ടതില്ല. നമ്മൾ ഒരാളെ കേട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അയാളുടെ വിഷമങ്ങളൊക്കെ റിവീൽ ചെയ്ത് പൊക്കോളും. നമ്മളിപ്പോഴും പറയും വെന്റിലേറ്റ് ചെയ്യുക എന്ന് പറയും. അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദേഷ്യങ്ങളും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയും. അപ്പൊ ഇത് ഒരു പക്ഷെ ഒരു ആക്ടർക്ക് അല്ലെങ്കിൽ ഒരു അത്രയും ക്ഷമയുള്ള ഒരാൾക്ക് അത് കേട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ആക്ടർക്ക് ക്ഷമ വേണം എന്ന് പറയും, പേഷ്യൻസ് വേണം എന്ന് പറയും. കാരണം ഒരു സന്ദർഭത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പെരുമാറണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം നമ്മൾ കുറച്ചും കൂടെ ക്ഷമ കാണിക്കണം. ക്ഷമ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഇപ്പോ കുറച്ചും കൂടി ടോളറൻസ് കുറവുള്ള സമയമാണ്. കുട്ടികൾക്കായിക്കോട്ടെ നമുക്കായിക്കോട്ടെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്ന സമയമാണ് ശരിക്കും പറഞ്ഞാൽ. 30 സെക്കൻഡിന്റെ സമയമേ ഉള്ളൂ നമുക്ക് ദൈർഘ്യം ശരിക്കും പറഞ്ഞാൽ. റീലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മാറ്റി പോകും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. നമുക്ക് അറ്റന്റീവ് ആവുന്ന എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അതിനുള്ളിൽ നമ്മൾ ഇരിക്കുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ശ്രദ്ധയും ക്ഷമയും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തിയേറ്ററിന്റെ പല സങ്കേതങ്ങളും. നമ്മളിപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ പ്രൊഫഷൻ ഏതായിക്കോട്ടെ, വെദർ മേ ബി എ ടീച്ചർ, സോഷ്യൽ വർക്കർ, ഡോക്ടർ, അല്ലെങ്കിൽ ലോയർ, അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽ അവർ ചെയ്യുന്ന ജോലികൾ, ഒരു ഓണ്ടർപ്രണർ ആയിക്കോട്ടെ, ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, എന്ത് റോളുകൾ നമ്മൾ പെർഫോം ചെയ്താലും തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന തിയേറ്റർ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിൽ തിയേറ്ററിന്റെ ഓരോ എലമെന്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ശരിക്ക് നമ്മൾ ഒരു മിറർ പിടിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം രാവിലെ നമ്മുടെ ഒരു ദിവസത്തെ എന്തായിരിക്കണം, നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം എന്ന് നമ്മൾ മിററിനോട് നമ്മൾ സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പ്രസീവ് ആയിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കൂ. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നന്നാവും. കാരണം ഒരു കണ്ണാടിയിൽ നോക്കി നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തായിരിക്കണം, ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ എലമെന്റ്സും കൃത്യമായി എക്സ്പ്രസീവായിട്ട് സംസാരിച്ചു നോക്കൂ. നമ്മള് സംസാരിക്കുക അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ എക്സ്പ്രസീവായിട്ട് നമ്മൾ റിയാക്ഷൻസ് ഇടാറുണ്ട്. പലപ്പോഴും ചിരിക്കാറുണ്ട്, കരയാറുണ്ട്. നമ്മള് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു നോക്കൂ. ഇപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു, പല ഇമോഷൻസിൽ നമ്മുടെ വോയിസ് മോഡുലേഷനിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഗുഡ് മോർണിംഗ് ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ നമ്മളൊരു കഥ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഭാര്യയോടോ ഒന്ന് സംസാരിച്ചു ഒരു കഥ വളരെ എക്സ്പ്രസീവ് ആയിട്ട് പറഞ്ഞു നോക്കൂ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ മനസ്സിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂടും, ലിസണിങ് സ്കില്ല് കൂടും, നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും, ഈ നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് കുറച്ചും കൂടെ നന്നാവും. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഈ 1 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാല് നമുക്ക് കുറച്ചും കൂടി തിയേറ്റർ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ കോൺഫിഡൻസ് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമ്മൾ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾ ഒരു ഓഫീസിലോ വീടിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് നിന്ന് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഡെയിലി ലൈഫിലെ കോൺഫ്ലിക്റ്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും, അത് സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കും. കുറച്ചും കൂടെ ബെറ്റർ ലീഡർഷിപ്പ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ
ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടെ കൂട്ടാനായിട്ട് നമുക്ക് പറ്റും. ഇമോഷൻസ് കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ നമ്മുടെ ഇമോഷൻ ഇന്റലിജൻസ് വളരെയധികം കുറവാണ് നമുക്കിപ്പോ. അപ്പൊ നമ്മുടെ ഇമോഷൻസ് കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. കുറച്ചും കൂടെ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു ഷേക്സ്പിയറിന്റെ ഒരു കോട്ടോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദ വേൾഡ്സ് ഈസ് എ സ്റ്റേജ് ആൻഡ് ഓൾ മെൻ ആൻഡ് വിമൺ merely the players of that stage. And thank you for your participation, and thanks for joining this session. Thank you very much. ഗുഡ് മോർണിംഗ്. നമ്മുടെയൊക്കെ ജീവിതമാകുന്ന വലിയ വേദിയിൽ നാടകം എന്നത് ഒരു അഭിനയമല്ല, മറിച്ച് സ്വയം തിരിച്ചറിയാനുള്ള ഒരു വഴിവിളക്കാണെന്ന് ഓർമ്മിപ്പിച്ച നിമിഷങ്ങളായിരുന്നു ഇത്. ലൈറ്റുകളും ക്യാമറകളും തരുന്ന വെളിച്ചത്തേക്കാൾ നമ്മിൽ പുതിയ ചിന്തകളുടെ വെളിച്ചം തന്നതിന്, അങ്ങനെ ഒരു വെളിച്ചം തെളിച്ചതിന്, അരങ്ങിന്റെ മറവിയില്ലാത്ത അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഇന്നത്തെ നമ്മുടെ അതിഥി സൈജിത് സാറിന് ഡിവിഷൻ ടീമിന്റെ ഹൃദയംഗമായ നന്ദി. മാഞ്ഞു പോകുന്ന മേക്കപ്പുകൾക്കപ്പുറം ജീവിതം എന്ന വലിയ വേദിയിൽ നമ്മൾ ഓരോരുത്തരും സ്വന്തം അടയാളങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിച്ച സുന്ദരമായ നിമിഷങ്ങൾ. തിയേറ്റർ എന്നത് വെറുമൊരു വിനോദമല്ല, മറിച്ച് നമ്മുടെ ദിനചര്യകളെ കൂടുതൽ സർഗാത്മകമാക്കുന്ന അനുഭവങ്ങളുടെ അരങ്ങേറ്റമാണെന്ന് തികഞ്ഞ ചാരുതയോടെ മനസ്സിലാക്കി തന്നു. താങ്ക് യു സർ. അതോടൊപ്പം ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം മെമ്പേഴ്സ് എന്നിവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ഒരു നല്ല നാടകത്തിലെ വാഗ്ദാനമുള്ള സഹ അഭിനേതാക്കളെ പോലെ തികഞ്ഞ ശ്രദ്ധയോടെയും ഊർജം ഉൾക്കൊണ്ടും ഇതിൽ പങ്കാളികളായ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹാദരവുകൾ. നമ്മുടെ ജീവിതമാകുന്ന തിരക്കഥയിലെ ഓരോ രംഗങ്ങളിലും സ്വയം മികച്ച അഭിനേതാക്കളാകാൻ ഈ വാക്കുകൾ പ്രചോദനമാകട്ടെ. ഈ എപ്പിസോഡിന് ഇവിടെ താൽക്കാലികമായി യവനിക വീഴുമ്പോഴും ഇതിന്റെ അനുരണനങ്ങൾ നമ്മളിൽ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസകളോടെ ഏവർക്കും നന്ദി. താങ്ക് യു ഓൾ.